സമൂഹമാധ്യമങ്ങളിലെ പ്രമുഖ കണ്ടന്റ് ക്രിയേറ്റർമാരായ ഷമീർ ഖാനും ജാസിം ഹാഷിമും ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഖൽബ്. ജന്തുലോകത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും സ്വത്വ പ്രതിസന്ധികളും ആക്ഷേപഹാസ്യത്തിലൂടെ പറയുന്ന ഷമീറിന്റെയും ഹാഷിമിന്റെയും ചൂരൽ സമൂഹമാധ്യമങ്ങളിൽ തരംഗങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഒട്ടകപ്പക്ഷി, പാറ്റ, തവള അങ്ങനെ ജന്തുലോകത്തെ വിശേഷങ്ങൾ പറഞ്ഞാണ് ഷമീർ ഖാനും ജാസിമും നമ്മളുടെ ഖൽബിലേക്ക് ആദ്യം വരുന്നത്. ഇപ്പോൾ ഖൽബ് എന്ന സിനിമയിലൂടെ വീണ്ടും കുറേ കൂടി വലിയൊരു ക്യാൻവാസിലേക്ക് ഇവർ ഷിഫ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും വളരെ മനോഹരമായ ഷിഫ്റ്റിംഗ് ആണ്. അന്ന് കിട്ടിയ സിനിമയും ആ പേരുമൊക്കെ അന്വർത്ഥമാക്കുന്നതാണ്. പഴയ വിശേഷങ്ങൾ, ചൂരലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം. ആദ്യം നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ചൂരലിലേക്ക് കിടക്കാം. സിനിമയിലേക്കുള്ള യാത്ര നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നല്ലോ. നമ്മൾ ആക്ച്വലി ഈ ചൂരലിൽ റീൽസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ സിനിമ ആഗ്രഹിച്ചത് കുറച്ച് അതിനു മുമ്പായിരുന്നു. പക്ഷേ പിന്നെ ചൂരൽ തുടങ്ങി റീൽസൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ സിനിമയിൽ വരണം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. കാര്യം നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഈ റീൽസൊക്കെ നമ്മുടെ ഇപ്പോൾ ഉള്ള പോലെ നടന്ന് പോയാൽ മതി എന്നേ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. സാറ്റിസ്ഫൈഡ് ആയിരുന്നു, സത്യം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ സിനിമ കിട്ടിയത് എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയും കിട്ടുകയാണെങ്കിൽ സന്തോഷം കൂടത്തേ ഉള്ളൂ. ഷമീർ ഒരു കലാരംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതിനാണ് വിദേശ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരു പ്രൊഫഷണലായ ആൾ വന്നത്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷം വർദ്ധിക്കുകയല്ലേ? ഈ ഒരു സങ്കല്പം, ഈ ഒരു സ്വപ്നം തന്നെയായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? ഏതാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത് സിനിമ മനസ്സിലില്ലായിരുന്നു. ശരിക്കും ഇത് എങ്ങനെയെങ്കിലും മാക്സിമം സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കുറച്ചാൾ നടന്നിട്ടുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റൊക്കെ എഴുതി കുറച്ചാൾ നടന്നിട്ടുണ്ട്, അതൊന്നും നടന്നില്ല. പിന്നെ ഇത് ഒന്ന് ക്ലിക്കായി വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. ചൂരലിലൂടെ ഈ മൃഗങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളെല്ലാം മലയാളികളുടെ മുമ്പിലേക്ക് കുടഞ്ഞിടുക രണ്ടുപേരും കൂടെ ചേർന്ന്. വളരെ വെറൈറ്റി ആയിട്ട് സബ്ജക്റ്റ് മറ്റു സ്ഥലങ്ങളിൽ കണ്ടു. പക്ഷേ മലയാളത്തിൽ ഒരു പുതുമയുള്ള പരീക്ഷണമായിരുന്നു. മലയാളത്തിലും മൃഗങ്ങളുടെ ആദ്യമായിട്ട് നമ്മളൊന്നുമല്ല, വേറെ ആൾക്കാർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും കൂടുതൽ ചെയ്തതും പിന്നെ പരാതി പറച്ചിൽ അത് ചിലപ്പോൾ നമ്മളായിരിക്കും ചെയ്തത്. അല്ല, അതിനകത്ത് കാതിലുള്ള ഒരു ഡയലോഗ്, അതായത് അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്നുണ്ട്, അവരുടെ പിന്നെ നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട വളരെ ചാട്ടുളി പോലുള്ള ചില വിമർശനങ്ങൾ അതിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. പൊതുവേ സമൂഹത്തിൽ അങ്ങനെ കണ്ടന്റ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകത വളരെ ഇതായിട്ട് തോന്നുന്നു. ഒരുപാട് നമ്മൾ ആലോചിച്ചാണ് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. മിക്കവാറും ഒക്കെ ആലോചിച്ചിട്ട് തന്നെയാണ്. പിന്നെ ചിലത് എന്തെങ്കിലും കേക്ക് കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്പാർക്ക് ഉണ്ടായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ചിലത് കുത്തിയിരുന്ന് ആലോചിക്കും, ഏത് മൃഗത്തിനായിരിക്കും, എങ്ങനത്തെ പരാതികളായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട്. എങ്ങനെ ട്രിഗർ ചെയ്യുന്നത്? എങ്ങനെ സാധാരണ ഇതിലൊരു അത് ഓരോ രീതിയിലായിരിക്കും. എന്നാലും നിങ്ങളുടെ ഡിസ്കഷൻ വഴിയാണോ അതോ എങ്ങനെയാണ് എൻ്റെ ഒരു സ്ക്രിപ്റ്റ്? ഇത് നമ്മുടെ എല്ലാ ഐഡിയാസും സ്ക്രിപ്റ്റ് എല്ലാം ഷമീറിൻ്റെ ആണ് ഐഡിയാസ് എല്ലാം. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇവൻ അയച്ചു കൊടുക്കും. അപ്പം ഇവൻ അവൻ്റെ കോൺട്രിബ്യൂഷൻസ് അവൻ പറയും. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും കയ്യിൽ നിന്ന് കൂടെ ഇട്ടു. നിങ്ങളുടെ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ നല്ലോണം മാച്ചായിട്ടാണ് ആ വീഡിയോയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. എങ്ങനെ ആ കോമ്പിനേഷൻ ഒന്ന് കാണാൻ വേണ്ടി എങ്ങനെ സാധാരണ നിങ്ങൾ വിഷയങ്ങൾ സബ്ജക്റ്റൊക്കെ എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്? സാധാരണ അത് നമ്മൾ കസിൻസാണ്, ശരിക്കും നമ്മൾ രണ്ടുപേരും കസിൻസാണ്. അപ്പോൾ നമ്മൾ കൊച്ചിലെ മുതലുള്ള കണക്ഷനാണ്. അപ്പോൾ ഇവൻ ഇതേപോലെ ഗൾഫിൽ നിന്ന് ജോലി വിട്ട് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നൊരു ഐഡിയ കിട്ടിയപ്പോൾ ആദ്യം എന്നെയാണ് വിളിച്ചിട്ട് ഇങ്ങനെ പറയട്ടെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അന്ന് 2018 എന്തോ ആണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്ന് അപ്പോൾ തൊട്ട് ഈ ഒരു കോമ്പിനേഷൻ. പിന്നെ ഇവന് വേറൊരു പ്രശ്നം വെച്ചാൽ ഇവന് കുറേ ഐഡിയാസും പരിപാടിയൊക്കെ ഇഷ്ടം പോലെ വരുന്ന തലയിൽ വരുന്ന ഒരാളാണ്. പക്ഷേ അവന് എല്ലാവരുമായിട്ടും അത് ഷെയർ ചെയ്യാനുള്ളൊരു ചെറിയൊരു ഇൻഹിബിഷൻ ഉണ്ട്. എൻ്റെ അടുത്ത് അതില്ല. അതെൻ്റെ ഭാഗ്യം. അതുകൊണ്ട് എനിക്ക് ഭാഗമാകാൻ പറ്റും. അധികം കളിയാക്കത്തില്ല. സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞാൽ വിമർശിക്കുമോ? നിങ്ങൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് കൊള്ളത്തില്ല, അത് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ ഇത് വേറെ അങ്ങനെയൊക്കെ പറയുമോ? അങ്ങനെ പറയാറില്ല. ചെയ്ത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മനസ്സിൽ വെച്ചേക്കും. അല്ല, ഏതോ ഒരു സാധനം ഏതോ ഒരു ഇതേപോലെ 2 ജീവികളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാൻ മറന്നുപോയി, ഞാൻ കണ്ടില്ല. അപ്പം വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ചെയ്ത് അത് ഹിറ്റായി. പിന്നെ ഇനി സാധനം കേട്ടാലും ഇഷ്ടപ്പെട്ടില്ല ഞാൻ മിണ്ടൂല. സൂപ്പർ എന്ന് പറയും. അതെങ്ങനെ ചെയ്ത് അയച്ചു കൊടുത്തിട്ട് പിന്നെ ഹാഷിം ഇത് വേറെ ഇപ്പുറത്തുനിന്ന് ചെയ്ത് അയക്കുകയാണ്? അല്ലല്ല, സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കും. വാട്സാപ്പിൽ ഒരു വോയിസ് നോട്ട് എനിക്ക് അയക്കും. 2 ഡയലോഗ് ഇവൻ തന്നെ പറഞ്ഞ് അയക്കും. അത് കേട്ടിട്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയും, ചിലപ്പോൾ പറയത്തില്ല. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ടും. ഇവൻ്റെ സാധനം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചാണ് മിക്കവാറും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ എൻ്റെ വീട്ടിലോട്ട് വരും, അവിടെ നിന്ന് ഷൂട്ട് ചെയ്യും. അല്ല, ചെറിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, വലിയ സംവിധാനങ്ങളോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ക്യാമറയോ ഒന്നുമില്ലാതെ ചെറിയ സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങി. ഇപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതാണ് ഫോണിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ആദ്യം ഫോൺ മാറിയെന്നേ ഉള്ളൂ. അതിന് പിന്നെ പിന്നീട് എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടത്താറില്ല. അതും ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ആദ്യം കുറച്ചായിട്ട് ലാപ്ടോപ്പിലായിരുന്നു, ഇപ്പം ഫോണിൽ തന്നെ. അപ്പോൾ ഈ ആ ചെറിയ സ്ക്രീനിൽ നമ്മളിപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് ഒരു കുതിച്ചാട്ടം നടക്കിയിരിക്കുക. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് പൊതുവെ സിനിമ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ?
എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ്. കാര്യം ഇത് നമ്മുടെ ആദ്യത്തെ സിനിമയിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റി. അതായത് ഈ സിനിമയിൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അവസാനമായപ്പോഴത്തേക്കും അത് സിനിമയിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഡാൻസ് ഉണ്ടായിരുന്നു, ഫൈറ്റ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാര്യം ഒരു വലിയ ക്യാൻവാസിലെ സിനിമയാണ്, 100 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ഒരു സിനിമയുടെ സെറ്റിൽ അപ്പോൾ നമുക്ക് ഒരു സിനിമ സെറ്റിൽ എന്തൊക്കെ നടക്കാം, അങ്ങനെ എല്ലാ എക്സ്പീരിയൻസും ഫസ്റ്റ് സിനിമയിൽ തന്നെ. ഇമോഷണൽ സീൻസ് ഒക്കെ അതായത് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് കോമഡി മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ കുറേ റേഞ്ചിലുള്ള സാധനങ്ങൾ ചെയ്യാൻ പിന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള സാധനങ്ങളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറൊരാൾ എഴുതിയ സ്ക്രിപ്റ്റ് വേറൊരാൾ ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം എക്സ്പീരിയൻസ്. ഞാൻ ചോദിക്കാൻ വരുന്നത് മറ്റേതിനകത്ത് കുറേ ഫ്രീഡം ഉണ്ട്, ഇതിനകത്തേക്ക് വരുമ്പോൾ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് ആ ചലഞ്ച് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? ആദ്യം അതൊരു ആ ഒരു പാറ്റേണിലോട്ട് വരാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായോ? വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒരു ഗ്രൂമിങ് സെഷനൊക്കെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുമായിട്ടൊക്കെ ഇതായി ജെല്ലായതിനു ശേഷമാണ് ഷൂട്ട് തുടങ്ങിയത്. പിന്നെ തുടക്കത്തിൽ പാട്ട് സീനുകളാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അത്ര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യമേ വന്നില്ല. എത്ര സമയം എടുക്കും സാധാരണ ഒരു കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ? അതിൻ്റെ ആവറേജ് സമയമൊക്കെ എങ്ങനെയാണ് പൊതുവേ? എൻ്റെ അത് കറക്റ്റ് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് റെഡിയാക്കി അന്ന് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് എനിക്ക് ഒട്ടകപ്പക്ഷിയും പാറ്റയും തവളയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രൈക്കിങ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും നമുക്ക് കിട്ടിയ നമ്മൾ ആദ്യം ഭയങ്കരമായിട്ട് വൈറലാവുന്നത് ഒരു ഓൺലൈൻ PTA മീറ്റിംഗ് ഒരു സാധനം ഉണ്ടായിരുന്നു. ഓൺലൈൻ PTA മീറ്റിംഗ് സാധനം ചെയ്തായിരുന്നു. അതാണ് ആദ്യം ഭയങ്കര 1 മില്യനൊക്കെ അടിച്ച് വൈറലായത്. പിന്നെ അതുപോലെ വന്നത് കാക്കയും തത്തമ്മയും. അതാണ് നമ്മൾ ആദ്യമായിട്ട് മൃഗങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അതുവരെ കിട്ടാത്ത രീതിയിൽ വേറൊരു റീച്ച് കിട്ടി. കുറച്ച് സെലിബ്രിറ്റീസൊക്കെ റീഷെയർ ചെയ്തു. അങ്ങനെ നമ്മൾ വീണ്ടും മൃഗങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മൃഗങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ മൃഗങ്ങൾ പലതും, ഓട്ടപക്ഷി, പാറ്റ, തവള, താറാവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ചെറിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണല്ലോ ഒരു കർച്ചീഫോ ഒരു തോർത്തോ എന്ത് കിട്ടിയാലും നിങ്ങൾക്കതൊരു മെറ്റീരിയലാണ്. ഇങ്ങനെ സെലിബ്രിറ്റിയുടെ ആരെങ്കിലും വിളിച്ച് അഭിനന്ദിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും അപ്രതീക്ഷിതമായി എവിടെന്നെങ്കിലുമൊക്കെ ആ രീതിയിലുള്ള അഭിനന്ദനങ്ങളോ അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? അങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെ കുറച്ചുണ്ട്. കമൻസ് ആയിട്ട്, മെസ്സേജ് ആയിട്ട്, പല രീതിയിലും പല സെലിബ്രിറ്റികളും. നമ്മൾ തുടങ്ങി നമ്മൾ വിചാരിക്കുന്നേക്കാളും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല റീച്ച് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചേക്കാളും പെട്ടെന്ന് നമുക്ക് വിചാരിച്ച കൂടുതൽ ഒരു റീച്ചായി കിട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം കുറേ നല്ല സെറ്റ് ഓഫ് സെലിബ്രിറ്റീസ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമ ഡയറക്ടേഴ്സ് ആയാലും ആക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ സിംഗേഴ്സ് ആയിരുന്നു മെയിൻ. കൂടുതൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആദ്യത്തെ അങ്ങനെ പറയുകയാണെങ്കിൽ ലാൽജോ സാറാണ് നമ്മൾ ആദ്യമായിട്ടൊരു മൂവി പ്രൊമോഷനായിട്ട് വിളിക്കുന്നത്. സോളമൻ്റെ തേനീച്ചുള്ള സിനിമയ്ക്കായിട്ട് പുള്ളി നമ്മളെ ഇങ്ങോട്ട് വിളിച്ചാണ് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വേറെ കുറേ സിനിമ പ്രൊമോഷനൊക്കെ ചെയ്യാൻ പറ്റി. അതിന് തുടക്കം ലാൽജോ സാറാണ്. എങ്ങനെ അതിൻ്റെ ചൂരലിൻ്റെ അടുത്ത ഡയമെൻഷൻ്റെ അടുത്തൊരു തലം എങ്ങനെ ആയിരിക്കും? അതിനെ വല്ല ആലോചനകളോ നടത്തിയിട്ടുണ്ടോ? അതായത് ഇതിനെ ടീം വലുതാക്കിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോർമാറ്റിലോട്ട് മാറ്റിയോ അങ്ങനെ എന്തെങ്കിലും വെബ് സീരീസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നടക്കുന്നില്ല. കാര്യം ഇവ ഇപ്പോൾ ഓൾറെഡി ഒരു സിനിമയുടെ ഷമീർ ഓൾറെഡി സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂരലിൻ്റെ ഇനി വലിയ വലിയ സാധനങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം വരും അല്ലെങ്കിൽ എപ്പോൾ വരുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് വേറെ ഇപ്പൊ പോകുന്ന പോലെ റീൽസ് ഉണ്ടാവും. പിന്നെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ചിലപ്പോൾ കുറച്ചൊന്ന് ഡിലേ ആവും. പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇവനും ഇപ്പം വേറെ ആക്ട് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. രണ്ടുപേർക്കും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളുടെ ചില കൃത്യമായ ചില പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഷമീറാണെന്ന് തോന്നുന്നു സ്ക്രിപ്റ്റിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. അതെങ്ങനെയാണ് അപ്പോൾ ഈ ആ ഒരു അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ഒരു പറയാൻ ബുദ്ധിമുട്ടാണ്. പല രീതിയിലാണ്. ചിലത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇപ്പം ഈ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടാണ് മറ്റേ കാക്ക കുളിച്ച കൊക്കാവൂല എന്ന് പറയുന്ന സാധനം കേട്ടിട്ടാണ് ആദ്യത്തെ കാക്കയും തത്തമ്മയും ചെയ്തുള്ള സാധനം ചെയ്തത്. അതുപോലെ എന്തെങ്കിലും കാണുമ്പം സ്ട്രൈക്കാവും. ചിലപ്പം കുത്തിയിരുന്ന് ആലോചിക്കും ഓരോ മൃഗങ്ങളെ എടുത്തിട്ട് പശുവിന് എന്തായിരിക്കും വിഷമം, പട്ടിക്ക് എന്തായിരിക്കും വിഷമം, അങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് ഞാൻ ചില മൃഗങ്ങളെ എടുത്തിട്ട് ഈ മൃഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും. ഈ നമുക്ക് ആ മൈൻഡിൽ വരാത്ത പ്രത്യേകതകളൊക്കെ കാണുമല്ലോ, അത് നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഈ സാധനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നും തുടങ്ങിയല്ലോ, നമ്മൾ തമാശയ്ക്ക് തുടങ്ങിയാണ്, ഇത്രയൊന്നും ചിന്തിച്ചില്ല. പക്ഷേ അത് ഒരു തലം കഴിഞ്ഞത് വേറൊരു ഇതിലോട്ടായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിനെ അതിനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ഇപ്പം മൃഗങ്ങൾ തീർന്നു വരുന്നു, ഏതാണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞ്. പിന്നെ ആൾക്കാർക്കും കുറേശ്ശെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് എന്നാൽ നമ്മൾ അത് മാറി ചെയ്ത മനുഷ്യന്മാരെ ചെയ്ത അതും
അപ്പം മൃഗങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹമാണ് ആൾക്കാർ പറയുന്നത്. മൃഗങ്ങളെ ചെയ്തുകൊണ്ടിട്ട് മാറുമ്പോഴും പ്രശ്നമാണ്. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് നമ്മളിത് ഈ ചിലപ്പോൾ മൃഗങ്ങൾ മാറിയാലും ഈ പാറ്റേൺ ഒന്നായിരിക്കുമല്ലോ, മിക്കപ്പോഴും രണ്ട് പരാതി പറച്ചിലായിരിക്കും. അപ്പം മൃഗങ്ങൾ മാറിയാലും പരാതികൾ മാറുന്നുണ്ടെങ്കിലും ആ ഒരു പാറ്റേൺ ഒന്നായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് മാറ്റി പിടിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ മനുഷ്യരായിട്ട് വരുന്നത് ചെയ്യാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നും അവർക്ക് ഈ മൃഗങ്ങളെ കണ്ട് ശീലിച്ചിട്ട് നമ്മളിപ്പോൾ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് കിട്ടാത്തപ്പോൾ ചിലപ്പോൾ നിരാശ കാണും. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. സിനിമയിലോട്ട് വരികയാണെങ്കിൽ സിനിമ വളരെ ഗഹനമായൊരു വിഷയത്തിലോട്ട് പറയുന്നത്, അത് 7 തലങ്ങളിലൊരു ലവിനെ കുറിച്ച് പറയുന്നു എന്നൊക്കെയാണ്. നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഏത് തരത്തിലുള്ളതാണ്, എന്താണ് ശരിക്കും സിനിമയിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു? ഞങ്ങൾ ഹീറോയുടെ ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു ഗ്യാങ്ങാണ്, ഒരു 5 പേരുള്ള ഒരു ഗ്യാങ്ങാണ്. അതിൽ 2 പേരാണ്. ക്യാരക്ടറിൻ്റെ പേര് ജമൈക്ക, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചാവ എന്നാണ്. പിന്നെയുള്ള 2 ക്യാരക്ടേഴ്സ്, ഒന്ന് കാർത്തിക് ശങ്കറാണ്, കാർത്തിക് ശങ്കർ യൂട്യൂബറാണ്, എല്ലാവർക്കും അറിയാം. കാർത്തിക് ശങ്കറുണ്ട്, പിന്നെ അമ്പി എന്ന് പറയുന്ന ആക്ടറുണ്ട്. അവരൊക്കെയാണ് നമ്മുടെ ഗ്യാങ്ങിലുള്ളത്. പിന്നെ ഈ നായകൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് സിദ്ദിഖാണ്. അപ്പോൾ സിദ്ദിഖായിട്ട് കുറച്ച് കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ സീൻസിനേക്കാളുപരി സെറ്റിൽ സിദ്ദിഖായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അദ്ദേഹം ഒരു മെൻറ്ററിനെ പോലെ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകം എങ്ങനെയായിരുന്നു? അത് നമുക്ക് ഞാൻ ഷോട്ട് ഒരുപാടൊന്നുമില്ല, കുറച്ച് സീൻസൊക്കെ ഉള്ളു ഒരുമിച്ച്. പക്ഷേ അല്ലാത്ത സമയത്ത്, ഷോട്ടില്ലാത്ത സമയത്ത് ഒരുപാട് സമയം നമ്മൾ സിദ്ദിഖായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം പുള്ളിക്കാരനിപ്പോൾ നമുക്ക് ചിലപ്പോൾ സിദ്ദിഖ് എവിടെ ഇരിക്കുമ്പോഴത്തേക്കും പോയി ഒന്ന് സംസാരിക്കാൻ ചെറിയൊരു മടിയായി. കാര്യം ഇനി ഡിസ്റ്റർബൻസ് ആവുമോ, ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവുമല്ലോ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെല്ലേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ബാക്കി പുള്ളി നോക്കിക്കോളും. കാര്യം പുള്ളി എപ്പോഴും ഫോണൊക്കെ മാറ്റി വെച്ച് നമ്മുടെ അടുത്ത് ഭയങ്കര കൂളായിട്ട് സംസാരിച്ച് പഴയ ഒരുപാട് കഥകൾ പറയും ഇരുന്ന്. പിന്നെ അടുത്ത ഷോട്ട് റെഡി ആവുന്നവരെ ഫുൾ ടൈം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിൽ ഒരു മടിയോ ഇതോ സിദ്ദിഖ് കാണിക്കാറില്ല. നമ്മൾ ഫുള്ള് കേട്ട് ചിരിച്ചിരിക്കും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല സിദ്ദിഖ് നമ്മളെ ആരെയും അറിയത്തില്ലായിരുന്നു. നമ്മളെ അറിയത്തില്ല, കാർത്തിക്കിനെ, അങ്ങനെ ആരെയും. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു പാരലൽ വേൾഡാണ്. സിദ്ദിഖ് അതിനെപ്പറ്റി സിദ്ദിഖ് പറഞ്ഞു. അതിനെപ്പറ്റി സിദ്ദിഖ് വലിയ ധാരണ ഉണ്ടായിരുന്നു. സാജിദൊക്കെ പറയുമ്പോഴാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് അറിയുന്നതും, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത്രയും റീച്ചൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ഒരു ഇതുണ്ടെന്നൊക്കെ അറിയുന്നത് അപ്പോഴാണ്. സാധാരണ സ്വരം നന്നാകുമ്പം പാട്ട് നിർത്തണമെന്ന് പറയുന്നത് മുറവിളി പുറത്തുനിന്നാണ് വരുന്നത്. പക്ഷേ ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെ മാറ്റം വേണമെന്നാണ് പറയുന്നത്. നല്ലൊരു സ്വയം ആത്മവിമർശനം എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും എന്തായാലും കൂടുതൽ കണ്ടൻറ്റുകൾ മലയാളികൾ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്രയ്ക്ക് പുതുമയുള്ളൊരു സബ്ജക്റ്റാണ് നിങ്ങൾ മലയാളികൾക്ക് നൽകിയത്. അതിനുള്ള സന്തോഷവും നന്ദിയും. അപ്പോൾ ഇത്ര നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിലുള്ള നന്ദി. താങ്ക് യു. എല്ലാവരും ജനുവരി 12 കൽബ് തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയായിരിക്കും. കാണുക, കൽബിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.